ഗാസ പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതിയെ പിന്തുണച്ച് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ. ഗാസയുടെ പുനർനിർമ്മാണത്തിന് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പദ്ധതിയാണിത്. ഇത് നടപ്പിലാക്കിയാൽ മുനമ്പിൽ താമസിക്കുന്ന പലസ്തീനികളുടെ ജീവിത സാഹചര്യങ്ങൾ വേഗത്തിലും സുസ്ഥിരമായും മെച്ചപ്പെടുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസ് ഗാസ ഭരിക്കുകയോ ഇസ്രയേലിന് ഭീഷണിയാകുകയോ ചെയ്യരുത്. പുനർനിർമ്മാണത്തിൽ പലസ്തീൻ അതോറിറ്റിയുടെ പങ്കിനെയും അതിന്റെ പരിഷ്കരണ അജണ്ട നടപ്പിലാക്കുന്നതിനെയും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈജിപ്ത് തയ്യാറാക്കി അറബ് നേതാക്കൾ അംഗീകരിച്ച പദ്ധതി ഗാസ മുൻപിനെ മിഡിൽ ഈസ്റ്റ് റാവിയറ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും നിരസിച്ചിരുന്നു. അറബ് പദ്ധതിയിൽ 3 പ്രധാന ഘടകങ്ങളുണ്ട്. ഇടക്കാല നടപടികൾ, പുനർനിർമ്മാണം, ഭരണം. ഗാസ മുനമ്പിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ സലാഹ് അൽദീൻ സ്ട്രീറ്റിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെ കാലയളവിലേക്ക് സ്വതന്ത്രരും പ്രൊഫഷണലുകളുമായ പലസ്തീൻ വിദഗ്ധരുടെ ഭരണസമിതി രൂപീകരിക്കണമെന്നാണ് പദ്ധതിയിലെ നിർദ്ദേശം. ഗാസ മുനമ്പിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം 1.2 ദശലക്ഷം ആളുകളെ ഉൾക്കൊള്ളുന്നതിനായി 2 ലക്ഷം താൽക്കാലിക ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുകയും 60,000 തകർന്ന കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. താൽക്കാലിക നടപടികൾ പൂർത്തിയായതിനു ശേഷം ദീർഘകാല പുനർനിർമ്മാണത്തിന് 4-5 വർഷം കൂടി വേണ്ടിവരും. ആ കാലയളവിൽ കുറഞ്ഞത് 4 ലക്ഷം സ്ഥിരം വീടുകൾ നിർമ്മിക്കുന്നതിനൊപ്പം ഗാസയിലെ തുറമുഖവും അന്താരാഷ്ട്ര വിമാനത്താവളവും പുനർനിർമ്മിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം.